ഇയാൾ ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ളൊരു ഗുണ്ടയാണ്. അതുകൊണ്ടാണ് പ്രൈമറിലി അങ്ങനത്തെ ഒരു ലുക്കിലേക്കൊക്കെ എത്തിയത്. ഓൾമോസ്റ്റ് ജിത്തുവിന് പറഞ്ഞ പോലെ ജിത്തു കണ്ട് പോയ ആളുകളിൽ നിന്നും ഒരുപാട് പേരിൽ നിന്നാണ് അങ്ങനെ ലുക്കിലേക്ക് എത്തിയത്. ഇതുപോലത്തെ ഒരു പരിപാടി ഞാൻ ഇതിനു മുമ്പ് പിടിച്ചിട്ടില്ല. എന്നെ ഇങ്ങനെ ആരും അഴിച്ചു വിട്ടിട്ടുമില്ല. ഈ ക്യാരക്ടർ കുറച്ച് എന്താ പറയുക, കുറച്ച് ലൗഡാണല്ലോ. അപ്പം അതിൻ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പിന്നെ അയാൾ കറക്റ്റ് മലയാളമല്ല സംസാരിക്കുന്നത്. അങ്ങനത്തെ ഫുട്ടേജ് ഒന്നും വരാത്തതുകൊണ്ടാണ്. കന്നഡയും മലയാളവും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഇതാണ്. അപ്പം ഉറക്കെയാണ് സംസാരിക്കുന്നത്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു പ്രൊമോഷൻ രീതിയും പെർഫോമൻസും ആയിരുന്നു ഇക്കയുടെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചത്. എന്തായിരുന്നു അതിന്റെ കാര്യം? കാര്യമൊന്നുമില്ല, ട്രെയിലർ പോലും ഇല്ല. ഇതൊക്കെ ചെയ്താലേ അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എനിക്ക് ഈ പടം എന്നല്ല, ചെയ്യുന്ന പടങ്ങളെല്ലാം ആൾക്കാർ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് ഒരു ഇൻട്രോ ഈ പടത്തിന് ആവശ്യമുണ്ടെന്ന് തോന്നി. പടം കാണാൻ പോകുന്നതിന് മുമ്പ് ഈ പടത്തിനെ പറ്റി ഒരു ഇൻട്രോ ആൾക്കാർക്ക് കൊടുക്കണമെന്ന് തോന്നി. ഞാൻ അല്ലെങ്കിലും പോസിറ്റീവ് അല്ല, ഞാൻ ഭയങ്കര പോസിറ്റീവ് അറിയാത്തോണ്ടാണ്. ഇല്ല, അതൊന്നും ആ കുട്ടികൾ ചുമ്മാ, ഞാൻ ഡാൻസ് പഠിച്ചിട്ട് പോയതൊന്നുമില്ല. കുട്ടികൾ ചുമ്മാ പറഞ്ഞുകൊണ്ട് ഞാൻ അവരുടെ സന്തോഷത്തിന് വേണ്ടി അവരുടെ എന്തോ യൂണിയൻ ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷത്തിന് മാക്സിമം ഓരോ സിനിമകളും ഡിഫറെൻ്റ് ആകണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടല്ലോ. ഈ സ്വഭാവത്തിലുള്ള സിനിമകൾ ഇപ്പോൾ ചെയ്യാൻ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റർടൈൻമെന്റ് കുറച്ചുകൂടെ സിനിമകളിൽ വരണമെന്ന് തോന്നി. ഇപ്പം ഈ പറയുന്ന ഓഫ് ബീറ്റ് ഫിലിംസിനൊക്കെ ഇപ്പം നമുക്ക് വേറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. തിയേറ്ററിക്കലായിട്ട് ചിന്തിക്കണമെന്നൊന്നുമില്ല. ഇതിനെല്ലാം പല പല ഓപ്ഷൻസ് ഉണ്ട്. തിയേറ്ററിക്കലായിട്ട് സിനിമകൾ ചിന്തിക്കുമ്പോഴാണ് ഈ സ്വഭാവത്തിലേക്കുള്ള സിനിമകളിലേക്ക് എത്തുന്നത്. ഈ സിനിമയിലാണെങ്കിലും ഡേ മോനെ എന്ന് പറഞ്ഞൊരു ഡയലോഗ് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വരുന്നുണ്ട്. ഇതിൽ ഡയറക്ടറിന്റെയും റൈറ്ററിന്റെയും മാത്രം ചോയ്സ് ആണ്, അത് ഫാഗതക്കാരുടെ ഒരു കോൺട്രിബ്യൂഷൻ അവിടെ വരുന്നുണ്ടോ? നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നതാണ്. ഇപ്പം എനിക്ക് ഓർമ്മ വന്നത്, എന്നെ സ്കൂളിൽ എൻ്റെ ഒരു സീനിയർ എന്നെ ഇങ്ങനെ വിളിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യം അവിടെ പറഞ്ഞു തുടങ്ങിയത്. പിന്നെ നസ്രിയൊക്കെ അത് എല്ലാവരും അത് യൂസ് ചെയ്ത് തുടങ്ങി. സെറ്റ് ഭയങ്കര കോൺസ്റ്റന്റ് ആയിട്ട്. പെർഫോമൻസ് വൈസോ അതോ? തൊണ്ടി മുതൽ ചെയ്യുമ്പം ഒരു ഭയങ്കര പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്ന് വെച്ചാൽ എല്ലാം പോലീസുകാർ, നമ്മളൊരു സെറ്റ് ചെയ്തിട്ട്, ഒരു സെറ്റ് ഉണ്ടാക്കി, പോലീസ് സ്റ്റേഷൻ സെറ്റ് ഉണ്ടാക്കിയിട്ട് എല്ലാം ആക്ച്വൽ പോലീസുകാരാണല്ലോ നമ്മൾ അതിനകത്ത് ഹയർ ചെയ്തത്. ഞാനും അലൻ ചേട്ടനും മാത്രമേ ഉള്ളൂ, സുരാജ് ചേട്ടനും ആക്ടേഴ്സായിട്ട്. എനിക്കത് ഭയങ്കര പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഫസ്റ്റ് ഡേ എന്നെ അവിടെ കൊണ്ടുപോയിട്ട് പോത്തും പറഞ്ഞ് ഒരാളെ ബസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ മാല മോഷ്ടിച്ച് പിടിച്ചു. അയാളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ചുമ്മാ നിൽക്കുകയായിരുന്നു. പോലീസ് അവരാണ് ഇതെല്ലാം ചെയ്തത്. എനിക്കത് ഭയങ്കര ഒരു, ഞാൻ അതുവരെ ചെയ്യാത്തൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു. മൊത്തത്തിൽ ആ പടം ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തു. ഒരു ഷൂട്ടിന് പോകുന്നതിൻ്റെ ഒരു ധാരണ ഉണ്ടാവും. അത് ഏത് അളവെന്നുള്ളത് ഇപ്പം ഞാൻ അവിടെ പോയി ചെയ്യുന്നത് കണ്ടിട്ട് ഇതല്ല കുറച്ചുകൂടെ ചെയ്യണം, അല്ലെങ്കിൽ അതിൽ ഇത്രയും വേണ്ട, അത് ഷൂട്ടിൻ്റെ പ്രോഗ്രസ്സിലായിരിക്കും നടക്കുന്നത്. പക്ഷെ ഒരു ധാരണ ഉണ്ടാവും. ഒരു എന്താ പറയുന്ന ഒരു കാരിക്കേച്ചർ പോലെ നമുക്ക് ഈ കഥാപാത്രത്തിൻ്റെ എല്ലാ വശങ്ങളും നമുക്കറിയായിരിക്കും. പക്ഷെ അത് ഷൂട്ട് തുടങ്ങി കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഡ്രാഫ്റ്റിലേക്ക് എത്തുന്നത്. പലപ്പോഴും റീഷൂട്ട് ചെയ്യാറുണ്ട്. നമ്മൾ ആദ്യ ദിവസങ്ങളിൽ ചെയ്തത് പിന്നെ കാണുമ്പോൾ അത് വർക്കാകാതെ പോലെ തോന്നും. പോയത് വീണ്ടും റീഷൂട്ട് ചെയ്യും. ഇപ്പൊ ഈ ചിത്രം ആവേശം അനൗൺസ് ചെയ്ത മുതൽ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നല്ലോ. ഇപ്പം അതിനുശേഷം ഇത് വേറൊരു ടൈപ്പ് പരിപാടിയാണെന്ന് സുഷിൻ പറഞ്ഞപ്പോഴൊക്കെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ അതിന്റെ ലുക്കിലൊക്കെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കൊണ്ട് ധ്യാൻ വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇന്റർവ്യൂ കൊടുത്തിട്ട് ആ സീൻ മൊത്തം ധ്യാൻ കൊണ്ടുപോയി, ആ ഹൈപ്പ് മൊത്തം ധ്യാൻ കൊണ്ടുപോയി. അതിനെങ്ങനെയായിരുന്നു നോക്കിയത്? നല്ല
അല്ലാതെ എനിക്കെന്താ ചെയ്യാൻ പറ്റുക? അത് നല്ല കാര്യം. എനിക്ക് എൻ്റെ സിനിമയെ പറ്റി സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് മറ്റന്നാൾ റിലീസാവും. റിലീസായിട്ട് ആൾക്കാർ ഇന്റർവ്യൂ ഒക്കെ കാണാറുണ്ട്. ഞാൻ ഇന്റർവ്യൂ കാണാം. ഞാൻ ഹൈദരാബാദാണ്. ഞാൻ പുഷ്പ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് ഞാൻ തിരിച്ചു പോകും. വീണ്ടും റിലീസിൻ്റെ അന്നൊരു ദിവസത്തേക്ക് ഞാൻ വരും. അതൊരു സൈഡ്. രണ്ടാമത്തെ സൈഡ്, മിനിഞ്ഞാന്നാണ് പടം ലോക്കായത്. ഒരു ട്രെയിലർ കട്ട് ചെയ്യാൻ പോലും നമുക്ക് സമയം കിട്ടിയിട്ടില്ല. എല്ലാവരും ബിസിയായിരുന്നു. പ്രൈമറിലി മറ്റ് ടെക്നീഷ്യൻസ് മറ്റു പടങ്ങളൊക്കെ ആയിട്ട് ബിസിയായിരുന്നു. എല്ലാവരും ഈ സിനിമയിലേക്ക് എത്തിയപ്പോഴത്തേക്കും അതിൻ്റെതായിട്ടുള്ള ഡിലേ ഉണ്ടായി. പടം തീരാൻ അതിൻ്റെതായിട്ടുള്ള ഡിലേ ഉണ്ടായി. അപ്പം അതിലായിരുന്നു ഫോക്കസ്. പടം ഭംഗിയായി തീർത്ത് തിയേറ്ററിൽ കൊണ്ടുവരിക. പിന്നെ എപ്പോഴും നമ്മൾ പുതിയതായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ, നമ്മളിപ്പം ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടിയാണെങ്കിൽ എനിക്കിങ്ങനെ ഒന്നും പറയണമെന്നില്ല. അപ്പം സത്യേട്ടൻ്റെ ഇപ്പം ഞാൻ പ്രകാശനൊക്കെയാണെങ്കിൽ ഞാൻ പ്രൊമോഷനൊന്നും വന്നിട്ടില്ല. കാരണം ഞാനും സത്യേട്ടനിൽ നിന്നും ആൾക്കാർ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അതാണ് കേട്ടർ ചെയ്യുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ക്ലിയർ ആയിരുന്നു. അപ്പം ഇതിൽ ജിത്തുവും പുതിയതായിട്ടൊരു സാധനമാണ് ട്രൈ ചെയ്യുന്നത്, ഞാനും പുതിയതായിട്ടൊരു സാധനമാണ് ട്രൈ ചെയ്യുന്നത്. എന്നെ ഇതുപോലെ ആരും കണ്ടിട്ടില്ല അതിന് മുമ്പ്. അപ്പം പടത്തിനൊരു ഇൻട്രോ കൊടുക്കേണ്ടത് ആവശ്യമായിട്ട് തോന്നി. അപ്പം അതുകൊണ്ടാണ് ഇതിലൊന്നുമല്ല ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ജോലി സിനിമകൾ ചെയ്യുക എന്നുള്ളതാണ്. നല്ല സിനിമയാണെങ്കിൽ സിനിമ അതിൻ്റെ ജോലി എടുത്തു, സിനിമ പ്രൂവ് ചെയ്തു. ഇല്ല. കേൾക്കുന്നു. മാമന്റെ ഷൂട്ടിൽ ഒരു സീൻ എടുത്തതിന് ശേഷം പിറ്റേ ദിവസം മാരി സാറിൻ്റെ അടുത്ത് ചേട്ടൻ ചെന്നിട്ട് നമ്മൾ ഇന്നലെ എടുത്ത സീൻ ഒന്നുകൂടെ റീക്രിയേറ്റ് ചെയ്യാമെന്ന് അങ്ങോട്ട് പറഞ്ഞായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പുതിയ പരിപാടിയാണ്. അപ്പം ഇതിൽ അത്തരത്തിൽ എടുത്ത സീൻ പിന്നീട് വേറെ രീതിയിൽ ചെയ്യാം എന്ന് പറഞ്ഞ് ചേട്ടൻ ഡയറക്ടറിൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. എൻ്റെ സിനിമ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് എല്ലാ സിനിമകളിലും അതുണ്ടായിട്ടുണ്ട്. ഞാൻ പോയി റീഷൂട്ട് ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. ഏറ്റവും കൂടുതൽ സമയം എടുത്ത് റീഷൂട്ട് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടോ? സമയമെടുത്ത് പണിയായിട്ട് നടന്ന് ഇല്ല, പെട്ടെന്ന് ഓർത്ത് പറയാനൊന്നുമില്ല. പക്ഷേ എനിക്കെപ്പോഴും അങ്ങനെ റീഷൂട്ട് ചെയ്യുമ്പോൾ കുറേ കൂടെ ആ സീൻ കൺട്രോളിൽ വന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അത് ഓപ്റ്റ് ചെയ്യുന്നത്. ട്രാൻസിലൊരു സീക്വൻസ് ഉണ്ടായിരുന്നു. എത്ര റീഷൂട്ട് ചെയ്തിട്ടും ശരിയാകാതെ ആദ്യം ഷൂട്ട് ചെയ്ത് വെച്ച അതൊക്കെ മലയാളത്തിൽ ഒരു സെറ്റ് ഓഫ് കഥാപാത്രങ്ങൾ ചെയ്ത് വെച്ച് ഒന്നിനൊന്നിന് മലയാളി പ്രേക്ഷകർ ഫാദിക്ക എന്ന് പറയുമ്പോൾ ഈ ടൈപ്പ് കഥാപാത്രങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് ഒരു എക്സ്പെക്ടേഷൻ നിൽക്കുന്ന സമയത്ത് തമിഴിൽ പോയി വേറെ ലെവൽ ഓഫ് കഥാപാത്രം വില്ലനായിട്ടാണെങ്കിലും ശരി, പുഷ്പയിലെ കഥാപാത്രമായാലും ശരി, ഇങ്ങനെ എന്നെക്കൊണ്ട് പറ്റുമെന്ന് തെളിയിച്ച്. അപ്പോൾ മലയാളത്തിൽ അതേപോലത്തെ ഒരു മാസ് വില്ലൻ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് കഥാപാത്രം ചെയ്യാൻ ആഗ്രഹമുണ്ടോ? അതോ ഇപ്പോൾ പോകുന്ന പോലത്തെ ട്രാക്ക് തന്നെ ചെയ്യണമെന്നാണ് ആഗ്രഹം? ഇല്ല, അങ്ങനെ ഒരു സിനിമ ഒത്തു വന്നാൽ ചെയ്യും. ചർച്ചകളുണ്ട്. വേറൊരു ഹീറോ മലയാളത്തിൽ സെറ്റ് ഒരാളിങ്ങനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ബ്രേക്ക് ചെയ്ത് മലയാളത്തിൽ തന്നെ നിയമം അത് സെറ്റ് ആവുമോ, ചേരുന്നുണ്ടോ? അങ്ങനെ എപ്പോഴും ഒരു കണ്ടുവരുന്നത് പെട്ടെന്നൊരു ബ്രേക്ക് ഉണ്ടപ്പോൾ ഒരു അന്യഭാഷയിൽ ചെയ്ത് കാണുമ്പോൾ വാവും എന്ന് തോന്നുന്നു. ആ സ്വന്തം ഭാഷയിൽ ചെയ്യുമ്പോഴേക്കും അത് ചേരുമായിരുന്നോ? പുള്ളിക്കാരൻ ഈ സോങ്ങല്ലേ സെയിം ആയിട്ടുള്ളത് എന്നൊരെപ്പോഴും നമ്മൾ പറയാറുണ്ട്. അങ്ങനൊന്നും ഇല്ലാന്ന് തോന്നുന്നു. എന്തായാലും എനിക്ക് അങ്ങനെ ഒരു സിനിമ ഞാൻ ചെയ്ത് കഴിഞ്ഞാലേ ആൾക്കാരെങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. കഥകൾ എന്തെങ്കിലും വരുന്നുണ്ടോ? വരുന്നു. ഇല്ല, അതിൻ്റെ എക്സൈറ്റ്മെന്റ് ഈ ടാലന്റ് കൊളാബറേഷൻ തന്നെയാണ്. ഇപ്പം വിക്രത്തിൽ മാമനിൽ വടിവേൽ സാറിൻ്റെ വില്ലനായിട്ട് അഭിനയിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉള്ള കാര്യമായിരുന്നു. പുഷ്പയിലും ബണ്ണിയുടെ കൂടെ അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റുന്നത് എക്സൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ബാക്കിയെല്ലാം സെക്കൻഡറി ആണ്. ആസ് എ സിനിമ അത് നമ്മൾ എക്സൈറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അതിനകത്തൊക്കെ നിൽക്കുന്നത്. ഇതിലൊന്നും ഒരു പ്ലാനൊന്നുമില്ല. ഇപ്പം ഞാൻ തമിഴിൽ ചെയ്യുന്ന വടിവേൽ സാറായിട്ട് ചെയ്യുന്ന പടം കോമഡി പടമാണ്. രജനി സാറായിട്ടുള്ള പടം ഹ്യൂമറാണ്. അപ്പം ഇതെല്ലാം സംഭവിക്കുന്നതാണ്. അങ്ങനെ പ്ലാനൊന്നുമില്ല. എല്ലാം സേഫ്. എനിക്കറിയില്ല. ഇതൊന്നും ഞാൻ പറഞ്ഞില്ല, ഇതൊന്നും പ്ലാൻ ചെയ്ത് സംഭവിക്കുന്നതല്ല. നമ്മളെ വിശ്വസിക്കുന്ന കുറേ ആൾക്കാർ തരുന്ന എനർജിയും കോൺഫിഡൻസുമാണ്.
ചെറിയ ഒരു ഡിസ്കഷൻസ് ഉണ്ടായിട്ടുള്ളൂ തോന്നുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തമിഴിൽ സിനിമകൾ വന്നിട്ടുള്ളത്. ഇപ്പോഴും തമിഴിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സിനിമകൾ വരുന്നത്. അങ്ങനെയൊന്നുമില്ല, എല്ലാവരും എന്താ പറയുക, ഒരു നേരത്തെ പറഞ്ഞ ടാലൻറ്റ് കൊളാബറേഷനായിട്ട് തന്നെ കാണുന്നുള്ളൂ. അല്ലാതെ നമ്മളവിടെ പോയി തമിഴ് സിനിമ ചെയ്ത് തമിഴ് സിനിമ എന്നേക്ക് മാറ്റാനൊന്നുമല്ലോ. അവിടെ പോയി നമ്മുടെ ഫ്രണ്ട്സ് വിളിക്കുന്നു. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പം കമൽ സാറായിട്ടുള്ള റിലേഷൻ, രജനി സാറായിട്ടുള്ള റിലേഷൻ ഒക്കെ ഇങ്ങനെ പോയി സിനിമകൾ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാനതെല്ലാം വളരെ പോസിറ്റീവായിട്ടാണ്. ഫാദുക്ക ഇവിടെ, എൻ്റെ പേര് ഫാസിൽ എന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു ഒരാൾ. എൻ്റെ ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ടീച്ചറിൻ്റെ സമയത്ത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പേടിയുള്ള കാര്യം ഫാസിൽ എന്ന് ചോദ്യം ചെയ്യുക. അപ്പോൾ അത് ഉമ്മയുടെ പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോകണ്ട, എന്നോട് ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോകുന്നത്. ടീച്ചറിൻ്റെ ചില കട്ടുകളിൽ രാജമണിക്കിൻ്റെ ചെറിയൊരു റെഫറൻസ് പോലെ കാണിക്കുന്നുണ്ട്, സ്പെക്കാലും സ്ലാങ്ങിൻ്റെ ചെറിയൊരു ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ രംഗനെ ബ്രീഫ് ചെയ്യാൻ നേരത്ത് അൻവർക്കാട് എന്തെങ്കിലും ടിപ്സോ അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, രംഗ ആദ്യം എന്നോട് പറയുമ്പോൾ തന്നെ രംഗ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് ജിത്തു ക്ലിയർ ആയിട്ട് പറഞ്ഞു. എന്നോട് കഥ പറയുമ്പോൾ തന്നെ രംഗ വെള്ളയൊക്കെ ഇട്ട് ഗോൾഡൊക്കെ ഇടുന്നൊരു ആൾ തന്നെയായിരുന്നു. പിന്നെ ഈ മീശയും ഹെയർ സ്റ്റൈലൊക്കെ നമ്മൾ പിന്നെ ഒരു ലുക്കിലേക്ക് എത്താൻ വേണ്ടി അങ്ങനെ അതൊക്കെ ഡിസ്കസ് ചെയ്ത് ഡ്രൈവ് ചെയ്തു. അല്ലാതെ വേറൊരു സിനിമയുടെ റെഫറൻസ് വെച്ചിട്ട് ചെയ്തതാണ്. പുഷ്പയിൽ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത്, അത് കഴിഞ്ഞിട്ട് മറ്റേ ആളെയൊക്കെ ആഘോഷിച്ചിട്ടുള്ളൂ. പിന്നെ ഈ വില്ലന്മാരെ ആഘോഷിക്കുന്ന വില്ലന്മാരുടെ തമാശകളൊക്കെയാണ് ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്നത്. അല്ലാതെ വില്ലന്മാരുടെ കഥാപാത്രത്തിൻ്റെ ക്വാളിറ്റീസ് ഒന്നുമല്ല, പെർഫോമൻസിനെയാണ് ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പം മാമനിലായാലും വടിവേൽ സാറിൻ്റെ പെർഫോമൻസ് ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്നതാണ്. പുഷ്പയിൽ ബണ്ണിയുടെ പെർഫോമൻസ് ഡിസ്കസ് ചെയ്യുന്നതാണ്. നാഷണൽ അവാർഡ് വരെ കിട്ടിയത്, ശരിയാ, നാഷണൽ അവാർഡ് വരെ കിട്ടിയത്. ഇതൊരു ഇതെല്ലാം ഫേസാണ്. ആവശ്യം പറയാം, ഇതെല്ലാം ഉണ്ട്. കോമഡി ഉണ്ട്, ആക്ഷൻ ഉണ്ട്, ത്രില്ലുണ്ട്. അതുകൊണ്ട് കുറച്ച് കയ്യെത്തും ദൂരത്തിലെ ഫാസിലും ആവേശത്തിലെ കൊണ്ടയായിട്ട് വരുന്ന ഫാസിലും തമ്മിലുള്ള അന്തരം അത്രയും വലുതാണ്. രണ്ടും രണ്ട് അറ്റത്താ, ശരിയാ. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ആവേശം പെർഫോം ചെയ്യുമ്പോൾ ചില സമയത്ത് വൺമോർ ജിത്തു ആവശ്യപ്പെടുമ്പോൾ ജിത്തു പറയുന്നത് ഇത് മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് പറയും. ഇത് മുമ്പ് കണ്ടതാ, ഇത് എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ അപ്പം അത്രയും കോൺഷ്യസ് ആയിട്ട് ഒരാൾ നിന്ന് നമ്മൾ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ആ ഫ്രഷ്നെസ് സ്ക്രീനിൽ ഉണ്ടാവുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഏപ്രിൽ 11 പടം കാണുക, സെലിബ്രേറ്റ് ചെയ്യുക. താങ്ക് യു. ഹാപ്പി ഈദ്, എൻജോയ്.